ഹലോ, ഇന്ന് രാവിലെ കാർത്തികിന് പോകേണ്ടതുകൊണ്ട് തന്നെ ചോറെല്ലാം രാവിലെ അരി അങ്ങ് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചു കേട്ടോ. നല്ല അരിയാണ്, കുത്തരിച്ചോറ്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. ഇത് അപ്പത്തിന്റെ മാവെല്ലാം നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അരച്ച് വെക്കുമ്പം 2 ദിവസത്തേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തേക്കുള്ളത് കുറച്ചെടുത്തിട്ട് ബാക്കി നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. പിന്നെ നമുക്ക് ഇന്ന് അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഗ്രീൻ പീസ് കറി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കുറേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പവും ചപ്പാത്തിയും ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഗ്രീൻ പീസ് കറി മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി അപ്പവും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഒന്നും കൂടുതൽ കാണിക്കുന്നില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് പച്ചമുളകും ഗ്രീൻ പീസും പിന്നെന്താ സവോളയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സവോള കഴിഞ്ഞപ്പോൾ എൻ്റെ ഫിംഗർ ക്യാപ്പ് കണ്ടില്ല ഗൈസ്. എനിക്കത് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണിത്. അതും എൻ്റെ നേരത്തെ പിച്ചാത്തി കാണാനില്ല ഗൈസ്. എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ തന്നെ പെട്ടെന്ന് കുക്കറിനകത്തോട്ട് ഗ്രീൻ പീസ് എല്ലാം വെച്ച് അത് അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞ് പിന്നെ കാർത്തിക്കിനെ എല്ലാം കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഇതേ ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇതേ ഒരൊറ്റ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് മസിൽ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക് പോയി കഴിഞ്ഞപ്പോൾ അതാ കൃതിയേയും കൊണ്ട് ചേട്ടൻ ഹോമിയോയിൽ പോകണം. കൃതിക്ക് ചെറിയൊരു ചുമയുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആണ്. അങ്ങനെ നമുക്ക് നല്ല പച്ച അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അയില കുറച്ച് കറി വെക്കാം, കുറച്ച് വറക്കാനും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് കറിക്കുള്ള എല്ലാം പെട്ടെന്ന് അരിഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് മുളകും മല്ലിപ്പൊടിയും എല്ലാം കൂടെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പം മീനൊക്കെ പെറുക്കിയിട്ട് അങ്ങനെ അത് സെറ്റായി. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ നമ്മുടെ കറി വറക്കാനും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വറക്കാനുള്ളതും കൂടെ എല്ലാം പുരട്ടി വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ദാണ്ട് അച്ഛന് വിളമ്പിയതാണ് കേട്ടോ. എനിക്ക് വിളമ്പുമ്പോൾ ഒരു പ്രത്യേകത കാണും എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ മോരും കൂടെ വിളമ്പും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചോറൊന്നും കഴിക്കുന്ന സ്വഭാവമില്ല. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്ക. അപ്പം കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഏത്തക്ക ഉള്ളപ്പോൾ മൈദ കാണത്തില്ല, മൈദ ഉള്ളപ്പോൾ ഏത്തക്ക കാണത്തില്ല. ഇന്നിപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് കൃതിയേയും കൂടെ ഉറങ്ങുന്നതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ കൃതിയെ കുറച്ച് നേരം ഉറങ്ങാറുള്ളൂ. നല്ല സ്പീഡിൽ ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കുഞ്ഞതായിട്ട് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിയിലോട്ട് നോക്കുന്നുണ്ട്. കാരണം കൃതിയെ ഉണർന്നാൽ പിന്നെ എൻ്റെ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ അതിന് കൃതിയെ ഉണരുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കണ്ടേ. അങ്ങനെ പിന്നെ സ്പീഡിൽ ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് നല്ല ജീരകപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇടണമല്ലോ. പിന്നെ പഞ്ചസാര, സോറി ഗൈസ്, പഞ്ചസാര എന്നൊക്കെ ആയിപ്പോയി ഞാൻ പറഞ്ഞു വന്നപ്പോൾ. ഈ പഞ്ചസാര എന്ന് വെച്ചാൽ മധുരം ഉള്ളത് കൊണ്ട് ചുമയുള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ ഇടുന്നുള്ളൂ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. അങ്ങനെ തന്നെ മാവൊക്കെ സെറ്റായി. പിന്നെ ഞാൻ അങ്ങനെ ഏത്തയ്ക്കയെല്ലാം ഇട്ട് കൊടുത്തു. മധുരത്തിന്റെ ഒരു കുറവുണ്ട്. പക്ഷെ കാർത്തിക്കാണ് മധുരത്തിന്റെ അളവ് കണ്ടുപിടിച്ചില്ല. അച്ഛന് ചുമ ആയതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. കൃതികയ്ക്കും ഒരെണ്ണേ കൊടുത്തുള്ളൂ കേട്ടോ ചുമ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.